നമുക്കിനി നെക്സ്റ്റ് മൊമെന്റ് ഏരിയ മെത്തേഡ് നോക്കാം. മൊമെന്റ് ഏരിയ മെത്തേഡിൽ നിങ്ങൾ രണ്ട് തിയറം ആദ്യം പഠിക്കണം. മോർഗൻ തിയറം ആണ്. തിയറം 1 എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻസ് ഇൻ സ്ലോപ്പ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഓൺ എ ഇലാസ്റ്റിക് കർവ് ഇസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ബിറ്റ്വീൻ ദ പോയിന്റ്സ് ഡിവൈഡഡ് ബൈ EI എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പോയിന്റ്സിന്റെ ഡിഫറൻസ് ഓഫ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ്, ഒരു പോയിന്റ് തീറ്റ എ, ഒരു പോയിന്റ് തീറ്റ ബി. ഞാൻ തീറ്റ എ മൈനസ് തീറ്റ ബി ഈസ് ഈക്വൽ ടു 1/EI ഇൻറ്റു ആ എയും ബിന്റെ ഇടയിലുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഇടയിലുള്ള ഏരിയയാണ്. അതാണ് ഫസ്റ്റ് തിയറം, സ്ലോപ്പിന്റെ ഡിഫറൻസ്. സെക്കൻഡ് തിയറം എന്ന് പറഞ്ഞാൽ ദ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ബിറ്റ്വീൻ ദ ടാൻജന്റ് അറ്റ് എനി ടു പോയിന്റ്സ് ഓൺ ദി ഇലാസ്റ്റിക് കർവ് ഓൺ എനി റെഫറൻസ് ലൈൻ ഈസ് ഈക്വൽ ടു ദ first moment of area of bending moment diagram between the 2 points above the reference line divided by EI. നിങ്ങൾ ഈ രണ്ട് തിയറവും പഠിക്കണം. സെക്കൻഡ് തിയറം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ബിറ്റ്വീൻ ദ ടാൻജൻസ്. നമ്മൾ രണ്ട് പോയിന്റ് വരച്ചു, അതിൻ്റെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 1/EI ഇൻറ്റു അത് തമ്മിലുള്ള ഫസ്റ്റ് ഏരിയ ഓഫ് മൊമെന്റ് അല്ല, ഏരിയ ഓഫ് മൊമെന്റ് ആണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്സിന്റെ ഡിഫറൻസ്. ഇതാണ് രണ്ട് തിയറം. ഈ രണ്ട് തിയറവും നിങ്ങൾ പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് ഡെറിവേഷൻ അങ്ങനെ ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. സോ ഡെറിവേഷൻ നമ്മൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഇതുവരെ ചോദിക്കാത്തതുകൊണ്ട് നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യാം, വലിയ സീൻ ഉണ്ടാവൂല. പക്ഷെ ഡെറിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, നോ പ്രോബ്ലം. നെക്സ്റ്റ് നമുക്ക് ഇനി ആ പ്രോബ്ലം അതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു കാൻലിവർ ബീം എടുത്തു A to B. എൻ്റെ ടോട്ടൽ ലെങ്ത് L ആണ്, UDL W per മീറ്റർ ആണ്. അപ്പം ഞാൻ എൻ്റെ മൊമെന്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ചു. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം കാൻഡിലിവർ ഞാൻ വരയ്ക്കുമ്പം എൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ WL²/2 ആണ്. അതിങ്ങനെ ഏൻ്റെ അറ്റത്തല്ലേ വരുന്നത്, കാരണം ഇങ്ങോട്ട് പോകുമ്പോൾ ലോഡ് കൂടും, അപ്പം മൊമെന്റ് കൂടും, അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഇങ്ങോട്ട് കൂടും. ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു 3/4 L ഇതിൻ്റെ സെൻട്രോയിഡ് ഉള്ളത്. അപ്പം എൻ്റെ തീറ്റ ബി മൈനസ് തീറ്റ എ ഡിഫറൻസ് ഇൻ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞു 1/EI ഇൻറ്റു ഏരിയ ഓഫ് ദി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആണെന്ന് പറഞ്ഞു. അപ്പം എന്താണ് 1/EI ഇൻറ്റു ഏരിയ. ഇതൊരു പാരബോളയാണ്, അപ്പം ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/3 ഇൻറ്റു ഇതോട്ട് ഇതുവരെയുള്ള ലെങ്ത് L ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് WL²/2. നമ്മൾ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എടുക്കില്ലേ, ഹാഫ് BH. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, പാരബോള ആയതുകൊണ്ട് നമ്മൾ 1/3 BH എന്ന് എടുക്കുന്നു, അത്രേ ഉള്ളൂ. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ L, ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ WL²/2. അപ്പം ഇതാണ്. പിന്നെ എൻ്റെ തീറ്റ എ എന്ന് പറയുന്നത് ഫിക്സഡ് എൻഡിൽ ഇങ്ങറ്റത്ത് 0 ആണ്. അതുകൊണ്ട് എൻ്റെ തീറ്റ ബി ഈസ് ഈക്വൽ ടു WL³/6EI. അതുപോലെ എൻ്റെ YB ആണ് നമ്മൾ ഡിഫ്ലക്ഷൻ ആണ് ഈ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കൊണ്ട് തിയറം 2 ഉദ്ദേശിച്ചത്. അപ്പോൾ YB എന്ന് പറഞ്ഞാൽ 1/EI ഇൻറ്റു എന്താണ് ഈ ഏരിയ 1/3 ഇൻറ്റു L ഇൻറ്റു WL²/2 ഏരിയ ഇൻറ്റു ഒരു സെൻട്രോയിഡും ഡിസ്റ്റൻസും കൂടെ അവിടെ ചെയ്യണം. സെൻട്രോയിഡ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഈ അറ്റം തൊട്ട് ഈ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് 3/4 L അതും കൂടെ ചെയ്യണം. അപ്പം എൻ്റെ YB ഈസ് ഈക്വൽ ടു WL⁴/8EI കിട്ടിയേ. ഇനി നെക്സ്റ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇതൊരു കാൻഡിലിവറിന്റെ കേസ് ആയിരുന്നു. ഇനി നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസ് നോക്കാം. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നു കറക്റ്റ് നടുക്ക് L/2 ഡിസ്റ്റൻസിൽ. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ WL/4, മാക്സിമം ഇന്റർസെപ്റ്റ് WL/4 A to Bന്റെ ഇടയിൽ. അപ്പം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1/EI ഇൻറ്റു ഏരിയ. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ. ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഏരിയ ഇൻറ്റു സെൻട്രോയിഡ് ഡിസ്റ്റൻസും കൂടെ ചെയ്യണം. അപ്പം ആദ്യം സ്ലോപ്പ് തീറ്റ ബി, ഇത് നമുക്ക് പോയിന്റ് C ആയിട്ട് എടുക്കാം, ഈ നടുക്കുള്ളത്. അപ്പം തീറ്റ ബി മൈനസ് തീറ്റ സി എന്ന് പറഞ്ഞാൽ എന്താണ് 1/EI ഇൻറ്റു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. തീറ്റ സി എന്ന് പറഞ്ഞാൽ നടുക്കാണ്. അപ്പം ഞാൻ ഈ ഹാഫ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ഹാഫ് ഇൻറ്റു L/2 ഇൻറ്റു H WL/4. എനിക്ക് എൻ്റെ തീറ്റ ബി കിട്ടി. അറ്റ് ദി സെൻറ്റർ തീറ്റ സി 0 ആണ്. നമുക്ക് തീറ്റ ബി മൈനസ് തീറ്റ എയും തീറ്റ ബി മൈനസ് തീറ്റ എ നമുക്ക് തീറ്റ എ 0 എടുക്കാം. അത് മറ്റേ കാൻഡിലിവറിന്റെ കേസിൽ തീറ്റ എ 0 വരും. സിംപ്ലി സപ്പോർട്ടിന്റെ കേസിൽ അറ്റ് ദ സെൻറ്റർ ആണ് 0 വരുന്നത്. എനിക്ക് തീറ്റ ബി കിട്ടി. അതുപോലെ എൻ്റെ YB എന്ന് പറഞ്ഞാൽ 1/EI ഇൻറ്റു എന്താണ് ഈ ഏരിയ
into centroidal distance. Centroidal distance എന്ന് പറഞ്ഞാൽ 2 ഈ ട്രയാങ്കിൾ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് ഈ ഒരു ഡിസ്റ്റൻസ് ഇതെന്ന് പറഞ്ഞാൽ 2/3 L ആണ്. 2/3 ഇവിടുത്തെ L എന്ന് പറഞ്ഞാൽ എന്താ L/2 അതാണ് 2/3 into L/2 ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പം ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എൻ്റെ YB കിട്ടും. അത് ഒരു ഇക്വേഷൻ ആയി. ഒന്നെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കാണാതെ പഠിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. പിന്നെ സിംപ്ലി കാണാതെ പഠിക്കണം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് എളുപ്പം. ലൈക്ക് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഫിഗർ വരച്ച് വാല്യൂ ഇട്ട് കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് നമ്മളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ത്രൂ ഔട്ട് ഒരു യൂഡിയോയിലുള്ള കേസ് എടുക്കുവാണെങ്കിൽ തീറ്റ ഇവിടെ എന്താണ് θc 0 ആണ്. θb മൈനസ് θc എന്ന് പറഞ്ഞാൽ ഈ ബിറ്റ്വീൻ ദി ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാനത് വരയ്ക്കുന്നില്ല, അത് ചളവാകുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു ഹാഫ് ഏരിയ വേണം എടുക്കാൻ എന്ന് ഓർത്താൽ മതി. ഈ ഒരു ഹാഫ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പം ഇതൊരു പാരബോളയാണ്. ഇങ്ങനത്തെ ഇത് ഔട്ട്വേർഡ് പാരബോളയാണ്. അപ്പം ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2/3 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. 2/3 ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ L/2, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ WL²/8. അപ്പം എനിക്ക് എന്ത് കിട്ടി? എനിക്ക് എൻ്റെ θb കിട്ടി, കാരണം θc 0 ആണ്. അതുപോലെ എൻ്റെ y എന്ന് പറയുമ്പം ഈ 1/3 ഏരിയ ഇൻറ്റു എന്താണ് 2/3 ഇൻറ്റു എൻ്റെ ഏരിയ ഇൻറ്റു ഞാനൊരു സെൻട്രോയിഡൽ ഡിസ്റ്റൻസും കൂടെ ചെയ്യണം. ഔട്ട്വേർഡ് പാരബോളയുടെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5/8a ആണ്. അവിടെ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 5/8a. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇൻറ്റു 5/8 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ് L/2. അപ്പം എനിക്ക് എന്ത് കിട്ടി? എൻ്റെ YB കിട്ടി. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് ദ മൊമെന്റ് ഏരിയ മെത്തേഡ് ഫൈൻഡ് ദ മാക്സിമം സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ആൻഡ് ഓൾസോ ദ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് C and D ഫോർ ദ ഗിവൺ ബീം. ദ ഫ്ലെക്ചറൽ റിജിഡിറ്റി ഓഫ് ദ ബീം ഇസ് 5000 kN/m². അപ്പോൾ എന്താണ് ഫസ്റ്റ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നു എനിക്ക്. ആദ്യം തന്നെ ഞാൻ എൻ്റെ RA/RB കണ്ടുപിടിച്ചു. നോർമൽ രീതിയിൽ RA/RBയും കണ്ടുപിടിച്ചു. RA/RB എന്താ? RA + RB = 20 + 20. പിന്നെ മൊമെന്റ് അബൌട്ട് A അല്ലെങ്കിൽ B എടുത്തിട്ട് കണ്ടുപിടിക്കണം. RA/RBയും കിട്ടി. നെക്സ്റ്റ് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ മൊമെന്റ്സ് ഞാൻ ഓരോ സ്ഥലത്തെയും കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ബിക്കോസ് ഞാൻ എൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. ഇത് തേർഡ് മോഡ്യൂൾ പഠിച്ചിട്ടാണ് ഇതിലോട്ട് വരുന്നത്. കുറച്ചും കൂടെ എളുപ്പമാവും ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കുന്നതെന്ന്. അത് പഠിച്ചിട്ടില്ലെങ്കിലും സ്റ്റിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എങ്ങനെയാണ് ഇത് വരേണ്ടതെന്ന്. ബിക്കോസ് നമ്മളിതുവരെ പഠിച്ചില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. അപ്പം അറ്റ് A0 അറ്റ് C നമ്മുടെ മൊമെന്റ് എന്താണ്? C ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സെക്ഷൻ വരച്ചു കഴിഞ്ഞാൽ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ 20 kN മാത്രമേ ഉള്ളൂ. അപ്പോൾ 20 × 2 40. അപ്പം MC എന്ന് പറഞ്ഞാൽ 40 ആണ്. അതുപോലെ ME ഞാനൊരു സെക്ഷൻ വരച്ചാൽ 20 ഇൻറ്റു ഇതോട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 4 മൈനസ് എന്തുകൊണ്ട്? ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. 20 × 2 അപ്പോൾ ഒരു 40 കൂടെ വരും. അപ്പം ME-ൻ്റെ അവിടെയും 40 ആണ്. അതുപോലെ MD ഞാനൊരു സെക്ഷൻ വരച്ചു. എനിക്ക് റൈറ്റോ ലെഫ്റ്റോ ഏത് വേണം കൺസിഡർ ചെയ്യാം. ഞാൻ ലെഫ്റ്റ് കൺസിഡർ ചെയ്യും, കാരണം ഒരു ലോഡല്ലേ ഉള്ളൂ. 20 × 2 40. അപ്പോൾ അവിടെയും 40, MB 0. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ട്രപ്പിസോയിഡ് കിട്ടും എൻ്റെ ബെൻഡിങ് മൊമെന്റ് ആയിട്ട്. അപ്പം ഞാൻ നെക്സ്റ്റ് എൻ്റെ θb മൈനസ് θe എടുക്കുകയാണ്, കാരണം സെൻറ്ററിൽ എനിക്കറിയാം θe 0 ആണെന്ന്. അപ്പോൾ θb മൈനസ് θe എടുത്ത് 1/4 ഇൻറ്റു എന്താണ് ഇതാണ് എൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഏരിയനെ എന്ത് ചെയ്ത് എനിക്ക് 2ആയി ഡിവൈഡ് ചെയ്യാമല്ലോ. എനിക്ക് എൻ്റെ ഒരു ട്രയാങ്കിൾ ആയിട്ടും ഡിവൈഡ് ചെയ്യാം, റെക്റ്റാങ്കിൾ ആയിട്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ 40 × 2 ഏരിയ ആയി. ട്രയാങ്കിളിൻ്റെ എന്താ? 40 × 2 × 1/2. അപ്പം എനിക്ക് θb കിട്ടും അവിടെ. അതുപോലെ നെക്സ്റ്റ് YE കണ്ടുപിടിക്കാൻ എന്താ? ഈ 1/e ഇൻറ്റു ഏരിയ ഇൻറ്റു എന്താണ് y⁻, ആ ഡിസ്റ്റൻസ് നമ്മൾ ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ 2/2 + 2 ആണ്. അതെങ്ങനെയാണ് വന്നേ? ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പം എനിക്കറിയാം ഇത് തൊട്ട് ഇതുവരെ എന്താണ് 2 ആണെന്ന്. പ്ലസ് എന്താണ്? ഞാൻ ഇതും കൂടെ ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ പകുതിയല്ലേ. അപ്പം ഈ 1 2/2 1 ഇതൊട്ട് ഇതുവരെ 2 ആണ്. അപ്പം ഇതൊട്ട് ഇത്രയെന്ന് പറയുന്നത് 1 ആയിരിക്കില്ലേ? അത് കുറച്ചും കൂടെ മനസ്സിലാവും നമ്മൾ തേർഡ് മോഡൽ നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് വന്നിരുന്ന. അപ്പം എന്താണ്? ഇത് ഈ ഡിസ്റ്റൻസ് ആയി. അതുപോലെ ഇൻറ്റു ഈ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് ആണ് ട്രയാങ്കിളുടെ അത് വരുമ്പോൾ. ട്രയാങ്കിളുടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2/3 L. അപ്പം 2/3 × 2 അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? YE കിട്ടും.
അതുപോലെ നമ്മൾ തീറ്റ ഡി മൈനസ് സി, ഡിന്റെയും സിന്റെയും കണ്ടുപിടിക്കാൻ പറഞ്ഞായിരുന്നു ക്വസ്റ്റ്യനിൽ. തീറ്റ ഡിയും സിയും കൈൻഡ് ഓഫ് സെയിം ആണ്, ബിക്കോസ് ഇത് യൂണിഫോം ആയതിനാൽ എന്താണ് ഞാൻ ഡി, അപ്പൊ ഞാൻ എങ്ങനെ ഡി ടു ഇ കണ്ടുപിടിച്ചാലും സി ടു ഇ കണ്ടുപിടിച്ചാലും സെയിം ആണ്, കാരണം ഇത് ഒരേ സ്ട്രൈറ്റ് ലൈൻ ആണ്, വലിയ ചേഞ്ച് ഒന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ അതിൻ്റെ ആ ട്രയാങ്കിളിൻ്റെ ഇടയിലുള്ളത് റെക്റ്റാങ്കിളിൻ്റെ ഇടയിലുള്ളത് കണ്ടുപിടിക്കണം. സെയിം രീതി തന്നെയാണ് ഞാൻ ഡീൻ്റെ ഇൻ്റെ ഇടയിൽ എടുത്താൽ, എൻ്റെ ഡീൻ്റെ ഇൻ്റെ എടുത്താൽ ഞാൻ എന്ത് ചെയ്യണം, അവിടുത്തെ ഈ ട്രയാങ്കിളുടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, പകരം ഈ റെക്റ്റാങ്കിൾ മാത്രം കണ്ടുപിടിച്ചാൽ മതി. കാരണം ഡീൻ്റെ ഇൻ്റെ ഇടയിലത്തെ ഏരിയ അണ്ടർ ദ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇത്ര റെക്റ്റാങ്കിൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 1/a ഇൻറ്റു 40 ഇൻറ്റു 2 y കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റു ഒരു ഈ ഡിസ്റ്റൻസും കൂടെ ചെയ്യണം, വിച്ച് ഇസ് 1, because 2/2 1 ആണ്. അപ്പം എന്ത് കിട്ടി, ഇവിടെ തീറ്റ കിട്ടും. തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇയിലുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ അല്ല ഡിയിലുണ്ടാവുന്നത്, ഒരു എക്സ്ട്രാ ഒരു വൈ ഡി ഡാഷും കൂടെ വരില്ലേ. ഈ വൈ ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ 1/ei ഇൻറ്റു എന്താണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഡിഫ്ലക്ഷൻ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ 1/ei ഇൻറ്റു ഏരിയ അണ്ടർ ദ ഡയഗ്രാം ഇൻറ്റു ഒരു 1 കൂടെ ചെയ്യണം. എന്തിനാ, ഏരിയ ഇൻറ്റു 1 ഞാൻ നേരത്തെ പിന്നെ വൈ കണ്ടുപിടിക്കാൻ. അപ്പം തന്നെ ഈ വൈ ഡി ഡാഷ് കിട്ടുന്നത്, എന്നിട്ട് വൈ ഡി എന്ന് പറഞ്ഞാൽ ഈ മൈനസ് അത്രയും ചെയ്താൽ മതി. ലൈക്ക് ബിക്കോസ് നമുക്ക് ഈ കറക്റ്റ് നടുക്കായതുകൊണ്ട് നമുക്ക് ഇക്വേഷനിലിട്ട ഡിഫ്ലക്ഷൻ കറക്റ്റ് കിട്ടും, മാക്സിമം ഡിഫ്ലക്ഷൻ നമുക്ക് കിട്ടും. പക്ഷേ ഇങ്ങ് അറ്റത്തോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്ലോപ്പ് കിട്ടുന്നത് നമുക്ക് ഈ ടോട്ടൽ ഡിഫ്ലക്ഷൻ അല്ല, പകരം ഈ താഴെ ബാക്കി ഈ വൈ ഡി ഡാഷ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ഈ വൈ ഡി കിട്ടാൻ അതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഓഫ് എ കാൻഡിലിവർ ബീം ലോഡഡ് ആസ് ഷോൺ ബിലോ. അപ്പം ഇവിടെ കണ്ടോ കോമ്പോസിറ്റ് ലോഡ്സ് വന്നു എന്ന് പറയുമ്പം ഒരു UDL ഉണ്ട്, അതിൻ്റെ മണ്ടയിൽ ഒരു പോയിന്റ് ലോഡ്. നിങ്ങൾക്ക് ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് വന്നാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ദാറ്റ് എന്താണ് ഫിഗർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ജസ്റ്റ് ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ആദ്യം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ UDLന്റെ ഫിഗർ വരച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നെക്സ്റ്റ് എൻ്റെ പോയിന്റ് ലോഡിന്റെ ഫിഗർ വരച്ചു. അപ്പൊ ഈ കിടക്കുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കാൻഡിലിവർ പോയിന്റ് ലോഡ് കാരണമുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഇത് UDL കാരണമുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഈ സെക്കൻഡ് ഫിഗർ പാരബോള. അപ്പം ഞാൻ ഫ്രം എവിടെയാണോ എടുക്കേണ്ടതെന്ന് നോക്കുക, എൻ്റെ എക്സ്, എന്നിട്ട് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് WL²/2. അതുപോലെ ഈ UDLന്റെയും കണ്ടുപിടിക്കുക. ഈ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ. തീറ്റ സി മൈനസ് തീറ്റ അല്ലെങ്കിൽ തീറ്റ ബി മൈനസ് തീറ്റ എ. എൻ്റെ ബി എവിടെ, സോറി ബി അറ്റത്താണ്, ഇവിടെ തെറ്റിപ്പോയതാണ്. എൻ്റെ തീറ്റ ബി മൈനസ് തീറ്റ എ എന്ന് പറഞ്ഞാൽ 1/ei ഇൻറ്റു ഈ ട്രയാങ്കിൾ 1/2 ഇൻറ്റു ദിസ് ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് എന്താണ് ദിസ് ട്രയാങ്കിൾ, ഈ ഒരു പാരബോളയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു കോമ്പോസിറ്റ് കേസ് വന്നാൽ 2 ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ആഡ് ചെയ്യാൻ മറക്കരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് അവിടെ എനിക്ക് തീറ്റ ബി മൈനസ് തീറ്റ എ കിട്ടും. എന്നിട്ട് YB എന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നും ഇൻറ്റു അതിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ചെയ്യണം. സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എവിടെയാണ് ചെയ്യേണ്ടത്, ഫ്രം ബി വേണം ചെയ്യാൻ, കാരണം തീറ്റ ബി മൈനസ് തീറ്റ അല്ലേ ചെയ്യുന്നത്. അപ്പം ഇത് തൊട്ട് ഇത് വരെ ഡിസ്റ്റൻസ് വേണം ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ഈ 2 + 1 3 പ്ലസ് ഈ ഡിസ്റ്റൻസിന്റെ എത്ര വരെയാണോ ഇതുള്ളത് 2/3 അല്ലേ, ആ ഡിസ്റ്റൻസും കൂടി ഇവിടെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ഇത് തൊട്ട് ഇത് വരെയുള്ള ഡിസ്റ്റൻസ് വേണം യൂസ് ചെയ്യാൻ. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു കാൻഡിലിവറിന്റെ കേസാണ്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട UDL ഒരു അറ്റത്ത് വന്നെയാണ്, സിമിലർ ആണ്. വായിച്ചു നോക്കി, ഇത് മനസ്സിലാവാവുന്നതേ ഉള്ളൂ, നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഇത് വായിക്കുമ്പം. ഇത്രയായിരുന്നു മൊമെന്റ് ഏരിയ മെത്തേഡ്. അപ്പം മൊമെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് സ്ലോപ്പ് തമ്മിലുള്ളത് കണ്ടുപിടിക്കാനാണെങ്കിൽ തീറ്റ എ മൈനസ് തീറ്റ ബി എന്ന് പറഞ്ഞിട്ട് ഏരിയ അണ്ടർ ദ മൊമെന്റ് ഏരിയ ഡയഗ്രാം വരയ്ക്കണം. അപ്പം നമ്മൾ ആദ്യം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കും, അതിൻ്റെ അകത്തുള്ള ഏരിയ കണ്ടുപിടിക്കും, നമ്മുടെ 2 പോയിന്റ്സ് തമ്മിലുള്ള. ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ ആ ഏരിയ ഇൻറ്റു നമ്മുടെ പോയിന്റ് തൊട്ടുള്ള സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസും കൂടെ കൊണ്ട് ആ ഓരോ ഏരിയനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് ആഡ് ചെയ്യണം. 5-6 ഏരിയ ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യണം. ഇതാണ് മൊമെന്റ് ഏരിയ മെത്തേഡ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. പ്രോബ്ലം ചെയ്ത് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക.